ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖം തന്നെ. ഇന്ന് ഞാനൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ്, അതായത് ഞാൻ ഈ ബാംഗ്ലൂരിൽ ആദ്യം വന്ന അതുപോലെ ഇപ്പം നടക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അതായത് 25 വയസ്സ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നു. അതായത് കൊല്ലത്തുനിന്ന് നേരെ ട്രെയിൻ കയറി ഇവിടെ ബാംഗ്ലൂർ ഈസ്റ്റ് വന്നിറങ്ങി. അവിടുന്ന് അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ പോയി. നമ്മുടെ ഒരു സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം നിന്ന്. പിന്നെ അവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു കമ്പനി ജോലി കയറി. കമ്പനി എന്ന് പറഞ്ഞാൽ ആദ്യം കയറിയത് ഈ സെപ്പക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കെയർ കൊടുത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, അവിടെ ജോലി കയറി. അവിടെ കുറച്ച് നാളെന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് വേറൊരു കമ്പനിക്ക് പോയി. എന്തായെന്ന് പറഞ്ഞാൽ ബിന്നി ലിമിറ്റഡ് എന്ന് പറയും, തുണിമിൽ കമ്പനി. അവിടെ കോഓപ്പറേറ്റീവിൻ്റെ ഈ ഷോറൂമുണ്ട്, അവിടെ ജോലി ചെയ്തു. അപ്പോൾ ആ കമ്പനി അന്ന് ക്ലോസ് ആയെന്ന് പറഞ്ഞാൽ ലോക്കൗട്ടാക്കി. അപ്പം അങ്ങനെ ആയപ്പം പിന്നെ ഇനി ജോലി കിട്ടാൻ വഴിയില്ലെന്ന് പറഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫിയിൽ കയറി. MG റോഡിൽ ഗുൽറജാനി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഞാൻ കയറി. അവിടെ 13 വർഷം ജോലി എടുത്ത്, 13 years. നല്ല ജോലിയായിരുന്നു എനിക്ക്. ആദ്യം എനിക്ക് ആർട്ടിസ്റ്റ് വർക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പ്രിൻറ്റിങ്ങിൽ പോയി, കളർ പ്രിൻറ്റിങ്. അങ്ങനെ 13 വർഷമായി. ആ കമ്പനി എന്തായെന്ന് വെച്ചാൽ അവർ പാർട്ട്നേഴ്സ്, ചേട്ടാനിമാർ 3 പേര്, അവരുടെ ഫാമിലിയിൽ എന്തോ പ്രശ്നം ഉണ്ടായ കമ്പനി അങ്ങനെ ക്ലോസ്. അവിടുന്ന് ഞാൻ കൊഡാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി കയറി. എല്ലാം ഫോട്ടോഗ്രാഫിയുടെയാണ്. കൊഡാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മിഷനിൽ പ്രിൻറ്റിങ് ഓപ്പറേറ്റർ, QSS, ക്വിക്ക് സർവീസ് സിസ്റ്റം, അതിൽ ജോലി ചെയ്ത്. അങ്ങനെ ഇന്നപ്പോൾ കാണാം KGF എന്നൊരു പാർട്ടി വന്ന് ഈ മിഷൻ വിലയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ പുള്ളി എന്നെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് KGF വന്നേരെ ഞാൻ നിനക്ക് ഇതിലും സാലറിയും തരാം, എല്ലാം തരാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളി നല്ല പരിപാടിയായിരുന്നു. സ്വർണ്ണക്കനിയിലൊക്കെ പോയിട്ട് ഫോട്ടോ പിടിക്കുക, അത് ഇത് പല പരിപാടികൾ, പ്രിൻറ്റിങ് അടിച്ചു കൊടുക്കും. ഇതൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്ക് എനിക്ക് 8000 രൂപ സാലറി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി 1 മാസം തന്നു. 2-ാം മാസം പുള്ളി കരയാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റാവില്ല, ഞാൻ ബാംഗ്ലൂരിന് വരുവാൻ. ബാംഗ്ലൂരിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഇവിടെ വന്നു. പിന്നെ അങ്ങോട്ട് ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. അവസാനം എന്തായി, ഞാനൊരു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. ഓട്ടോറിക്ഷ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്മാർ ഞാനങ്ങ് ഇറങ്ങി. വാടക വണ്ടിയായിരുന്നു ഓടിച്ചത്. വാടക വണ്ടി ഓടിച്ചു. അങ്ങനെയൊക്കെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ സ്വന്തം വണ്ടി വാങ്ങിച്ചു. അങ്ങനെ 4 ഓട്ടോ മേടിച്ചു ഞാൻ, പുതിയ വണ്ടികൾ എല്ലാം ലോണിൽ എടുത്ത് 3-4 പേർക്ക് ജോലിയും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോന്നു. അങ്ങനെ എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്ന വാടകയ്ക്ക്, ഇവിടെ നാഗൂറിൽ. അവരിപ്പോൾ ആ വീടൊക്കെ കൊടുത്തു. അങ്ങനെ വന്ന് പിന്നെ നമ്മുടെ മൂത്തവൻ വന്നിട്ട് വെളിനാട്ടിൽ പോയി. അവൻ കുറച്ച് നാൾ കഴിഞ്ഞ് അവന് വീട് വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ യൂട്യൂബ് പരിപാടിയൊക്കെ എടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് വലിയൊരു നേട്ടമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ദയവേത് നിങ്ങളത് കാണുക, ഇത് ചെയ്യുക. പിന്നെ അതിന് പ്രാവശ്യം ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ മോഹം ഉണ്ടായി, അങ്ങ് ദുബായ് പോകാമെന്ന് പറഞ്ഞു. ദുബായ് പോയെന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് കുറച്ച് പൈസയൊക്കെ എല്ലാവരെയും കടമൊക്കെ എടുത്ത് ഒരു 56,000 രൂപ എന്തോ മാക്സിമം എടുത്തുകൊണ്ട് പോയി. വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബോംബെ മാഹിമിൽ കുറേ നാളിരുന്നു. മാഹിമിൽ പോയി ഏജൻറ്റ് പൈസ എല്ലാം കൊടുത്ത്, പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. പുള്ളി ആ പൈസയൊക്കെ എടുത്ത് ബിൽഡിങ്ങിലങ്ങ് ഇട്ട് അയാൾ ബിൽഡിങ്ങൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഇയാളൊരു ജോലി തന്ന എന്താണെന്ന് വെച്ചാൽ ഇയാൾ വലിയ ഏജൻസിയാണ് ബോംബെയിൽ. പുള്ളി ഈ തിരുനെൽവേലി, രാജപാളയം, തിരുനെൽവേലി അങ്ങനെ നിറയെ പിള്ളേർ വരുന്നുണ്ട്. കൂലിപ്പണി ജോലി അവർ പോകുന്നത്. അവന്മാർക്ക് ഭാഷയും അറിയില്ല, ഒന്നും അറിയില്ല, തമിഴ് മാത്രം അറിയാം, ഇംഗ്ലീഷൊന്നും അത്ര ഇതില്ല അവർക്ക്. അങ്ങനെ അവരെല്ലാം കൂടെ ആഴ്ച ഒരു പ്രാവശ്യം ഞാൻ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇവരെ കൊണ്ടുവരുന്ന ഡിസ്പാച്ച് ചെയ്യും. അതായത് ഉള്ളി പോയിട്ട് എല്ലാം ഫോമെല്ലാം വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി അവരെ ബൈ പറഞ്ഞു വിടും. അങ്ങനെ ആയത് കുറേ നാൾ അവിടെ അങ്ങനെ ഇരുന്ന് പുള്ളി എൻ്റെ ഇന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പൈസ ശേഷം എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുവൈറ്റിലേക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഇൻ്റർവ്യൂ എല്ലാം എടുത്ത്
മെഡിക്കലും എടുത്തു. മെഡിക്കലും എടുത്തു കഴിഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടെല്ലാം എൻ്റെ ഓക്കെ, ഒന്നും പ്രശ്നമില്ല. അവസാനം കുറേ ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ മാസങ്ങൾ പോന്നു, 9 ആയി 10 മാസമായി. അപ്പോൾ നമ്മളെ വൈഫും കൊച്ചു പിള്ളേർ രണ്ടുപേരും അവർ ഇവിടെ കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ബായി നമ്മൾ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ബായി എന്ന് ചോദിച്ചു. ഇല്ല, വന്നു വിസ വന്നു. അപ്പം കുവൈറ്റിൽ നിന്ന് ഒരു അനക്കവും ഇല്ല. ഞാൻ പോയി ഞങ്ങളുടെ കമ്പനിയിൽ ഈ ഓണറിൻ്റെ ഇയാളുടെ മെയിൻ ഏജൻസി ഉണ്ട്, മാൻ പവർ കൺസൾട്ടിങ്. അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു. പുള്ളി എന്നെ അറിയും, കാരണം ഇയാളുടെ കൂടെ നടക്കുന്ന അയാൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് ഈ ഡിഡ് എനി സിംഗിൾ പൈസ ഹിയർന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് അയാളടുത്ത് ഞാൻ ചൂടായി. പുള്ളി അറിയാ, നീ എന്തിനാ അവിടെ പോയി ചോദിച്ചേ, നിനക്കെന്താ അവിടെ പോകേണ്ട കാര്യം? അങ്ങനെ ഞാൻ പറഞ്ഞ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ കാശ് താഴെ വയ്ക്കുന്നു. പുള്ളി അങ്ങനെ ബീര തുറന്ന് ഞാൻ കൊടുത്ത പൈസ 1000-2000 രൂപ എന്തോ കമ്മി ചെയ്തിട്ടു, ബാക്കിയെല്ലാം എടുത്ത് തന്നു. ഞാനതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഇരുന്ന ആ പയ്യനും ഞങ്ങൾ രണ്ടുപേരും ഇനി പോകും. ഇവിടെ വന്ന് പിന്നാണ് ഈ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയത്. അങ്ങനെയാണ് നമ്മുടെ ജീവചരിത്രം. ഇപ്പം സഹായിച്ച കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഇപ്പം ചെറിയ എന്തോന്ന് പറഞ്ഞാൽ യൂട്യൂബൊക്കെ നടത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഫോട്ടോഗ്രാഫി ജോലിയൊക്കെ അറിയാം, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് വന്നിട്ട് ഭയങ്കര ക്ലൗഡിയാണ്. അതായത് മഴയാണെന്നോ അതുമല്ല, വെയിലാണെന്നോ അതുമല്ല, ഒരുമാതിരി ഇട്ട് ചെന്ന് ചാറിക്കൊണ്ടിരിക്കുക മഴ. അങ്ങനെയൊക്കെയാണ്. വേറെ വിശേഷങ്ങൾ എന്താ പറയാനെന്ന് വെച്ചാൽ എല്ലായിടവും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിലും എല്ലായിടവും, തമിഴ്നാട് കർണാടക ബോർഡർ എല്ലായിടവും മഴയാണ്. എല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരും ഈ മഴയത്തൊന്നും ആരും അധികം വാഹനങ്ങളെടുത്ത് യാത്ര ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ എന്താവുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗൈസ്, ഇവിടുത്തെ ഞാൻ വന്നപ്പോഴുള്ള വികസനവും ഇപ്പോഴത്തെ വികസനവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്പായി. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഒന്നും വലിയ ഡെവലപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം വന്ന അൽസൂർ ലേക്കിൻ്റെ അവിടെയൊക്കെ പോയാൽ എനിക്ക് തണുത്ത് കുറച്ചിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു എങ്ങോട്ടും പോകാൻ. നമുക്ക് ഭാഷ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് IT കമ്പനികളും ഈ റിംഗ് റോഡ് എന്ന് പറയുന്ന നമ്മളെ മടിവാളത്തുനിന്ന് ഉള്ള റിംഗ് റോഡ് വന്ന് അപ് ടു ഹെബൾ വരയ്ക്കും. ഹെബളല്ല, സുഗുണ്ടപ്പാളയം എന്ന് പറയുന്ന മൈസൂർ ബോർഡർ ടച്ച് ആവുന്നതാണ് റിംഗ് റോഡ്. ഹെബൾ വഴിയാണ് വന്ന ഹെബൾ. അപ്പോൾ അങ്ങനെ അങ്ങ് വികസിച്ചപ്പോഴത്തേക്ക് IT കമ്പനികളും അത് ഇത്. ഇപ്പോൾ ഈ നാഗോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ ബാഗ്മതി ടെക് പാർക്ക് എന്ന് പറയും, IT കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. അവിടെയൊക്കെ പിന്നെ നല്ല, അതായത് ഈ കമ്പ്യൂട്ടേഴ്സൊക്കെ പഠിച്ച് നല്ല ഇതൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ. പിന്നെ അങ്ങോട്ട് റിംഗ് റോഡിൽ അവിടെ ഇവിടെയൊക്കെ നിറയെ IT കമ്പനികളുണ്ട്. ഡെല്ല്, ബെല്ല്, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ, SAP, ഇങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. അങ്ങനെ ഭയങ്കര ഡെവലപ്പ്. പിന്നെ ഞാൻ വരുമ്പോൾ ഒന്നും മെട്രോ ഇല്ലായിരുന്നു. ഇപ്പം മെട്രോ ഒക്കെ അങ്ങനെ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും മെട്രോ പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. മെട്രോ പിന്നെ എല്ലാം, പിന്നെ ഇലക്ട്രിക് ബസ്സുകൾ, അത് ഇത്, ഓള ടാക്സികൾ, അത് ഇത് എന്ത് വേണേലും ഉണ്ട് ബാംഗ്ലൂരിൽ. അങ്ങനെ ബാംഗ്ലൂർ ഭയങ്കര വികസനമാണ്. എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിരിക്കുന്ന ഭാഗത്ത് അപ്പുറത്ത് കമ്മളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്ററല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ദുബൈ, പിന്നെ ഏതെല്ലാം രാജ്യക്കാർ, വെള്ളക്കാരെന്ന് പറഞ്ഞാൽ US, പിന്നെ ന്യൂസിലാൻഡ്, ജർമ്മൻ, ഇറ്റലി, അങ്ങനെ ഒരുപാട് ജനങ്ങൾ അവിടെ. ഈവനിങ് കഴിഞ്ഞാൽ അവിടെ ഷോപ്പിംഗ് സെൻ്ററാണ്. ഇഷ്ടം പോലെ ജനങ്ങൾ വരും. ഏതെല്ലാം ഭാഷ കേൾക്കണം അവിടെ നിന്ന്. പിന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളും നല്ല ഒരുപാടുണ്ട്. ഇത് പറഞ്ഞാൽ തീരത്തില്ല, അത് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് മെജസ്റ്റിക്, അത് ഭയങ്കര ബസ് സ്റ്റാൻഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് പറഞ്ഞാൽ അപ്പുറം ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ട് പോയാൽ പിന്നെ മൈസൂർ റോഡിൻ്റെ അവിടെ വലിയൊരു ബസ് സ്റ്റാൻഡുണ്ട്. സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയാം അതിൻ്റെ പേര്. അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. സിറ്റി മാർക്കറ്റ് ഉണ്ട്, ഭയങ്കര മാർക്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര. ലോകത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത്രയും സാധനം അവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും
ആന്ധ്ര സ്റ്റേറ്റിൽ നിന്ന് അവിടെ നിന്നെല്ലാം ജനങ്ങൾ വന്നിട്ട് ഈ ഇലക്ട്രോണിക്സ്, ലാപ്ടോപ്പ്, മൊബൈലിന്റെ പാർട്സുകൾ, അത് ഇത് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന SJP റോഡ് എന്ന് പറയും, സിൽവർ ജൂബിലി പാർക്ക്. അവിടെ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോകുന്നത്. പിന്നെ എന്തെല്ലാം, പിന്നെ ഹാർഡ്വെയർ സാധനങ്ങൾ, ആ പൈപ്പുകൾ, അത് ഇത് എന്തൊക്കെയുണ്ടോ എല്ലാം പിടിച്ചോണ്ട് പോകുന്ന കാണാം. രാവിലെ 10:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഷോപ്പുകളെല്ലാം ഓപ്പണാണ്. ഭയങ്കര റഷായിരിക്കും. അതിന്റെ പുറത്ത് ടൗണുകളുണ്ട്, പിന്നെ പാർസൽ സർവീസുകൾ, മാർക്കറ്റ്, വലിയ മാർക്കറ്റ്. ലോകത്ത് എന്തെല്ലാം കിട്ടും എല്ലാം അവിടെ കിട്ടും, എല്ലാ സാധനവും കിട്ടും. പിന്നെ കാണേണ്ട സ്ഥലങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കും വിശ്വാസപ്പോഴും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.